afternoon all. കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഡോക്ടറുകളുണ്ടോ? നമ്മള് മാനേജിംഗ് എംപ്ലോയി ബെനിഫിറ്റ്സില് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് അല്ലെ, അതിന്റെ അറിയാം. പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. സോ ഗ്രാറ്റുവിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയത് അല്ലേ? ഗ്രാറ്റുവിറ്റി നമുക്ക് കംപ്ലീറ്റഡ് ആണോ? നെക്സ്റ്റ് പാരഗ്രാഫും കൂടി നോക്കാനുണ്ട് അല്ലേ? കംപ്ലീറ്റഡ് ആണോ? സെക്കൻഡ് പാരഗ്രാഫ്. അപ്പൊ ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നത്, അതായത് തൊഴിലുടമയുടെ കീഴിൽ ഇത്രയും നാൾ വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ടൈം, എത്ര നാള് വർക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്തവർക്കാണ് ഗ്രാറ്റുവിറ്റിക്ക് അർഹത എന്ന് പറയുന്നത്. How many years? കണ്ടിന്യൂസ് ആയിട്ട് എത്ര വർക്ക്? ഓക്കെ, 5 years. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്രയും വർഷം അല്ലെ, മിനിമം കണ്ടിന്യൂസ് സർവീസ്. അപ്പൊ 5 years ആ ഒരു തൊഴിലുടമയുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്കാണ് ഗ്രാറ്റുവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അർഹതയാണ്. അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകുമ്പോൾ, ഇൻ കേസ് ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ടൈമിലോ എല്ലാതെയോ മരണപ്പെട്ടു പോകുന്നൊക്കെ ടൈമില് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് ഒരു തീർച്ചയായിട്ടും അവരെല്ലാം തൊഴിലുടമ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് ലഭ്യമാകുന്നതാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എടുത്ത് പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം നോട്ട് ചെയ്യാം. ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 is able to the establishments in the whole nations, provides for a scheme of a compulsory payment of gratuity by the managements of railways, factories, oil fields, mines, plantations, shops, and other establishments employing 10 or more persons to their employees drawing monthly wages. വേജസിന്റെ കാര്യങ്ങൾ നോക്കണ്ട, പക്ഷെ മറ്റു കാര്യങ്ങളും ജസ്റ്റ് നോക്കാം. അതായത് ആക്ട് എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 1972. The Payment of Gratuity Act 1972 ആണ് നോട്ട് ചെയ്യുക. ആ ആക്ട് തന്നിരിക്കുന്നത് 1972 അപ്പൊ ആ ടൈമിലുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ആർക്കൊക്കെയാണ് കമ്പൽസറി ആയിട്ട് ഗ്രാറ്റുവിറ്റി അവിടെ അവൈലബിൾ ആക്കണം എന്ന് പറയുന്നത്? അതായത് റെയിൽവേസ് വർക്ക് ചെയ്യുന്നവര്, ഫാക്ടറീസില്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഓയിൽ ഫീൽഡ്സ്, മൈൻസ്, പ്ലാന്റേഷൻസ് അല്ലെ, അവിടെ ഖനികളിലും അതേപോലെ തന്നെ എല്ലാ പാടങ്ങളിലും തോട്ടം തൊഴിലാളികളിലും ഷോപ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ആ ഓർഗനൈസേഷൻ കമ്പനി അല്ലെങ്കിൽ ഫേം 10 or more persons അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അവിടെ എംപ്ലോയി ആയിട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ആ തൊഴിലുടമയുടെ കീഴിൽ ഒരു 5 years കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഗ്രാറ്റുവിറ്റി അവർക്ക് അവൈലബിൾ ആക്കണം. ഓക്കെ, ടേം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇയർ എന്താന്ന് നോക്കിയാണോ? ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഒക്കെ വെക്കേണ്ടതാണ്. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വരുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട
കാര്യങ്ങൾ അല്ലെ, റെയിൽവേസ്, ഫാക്ടറീസ്, മൈൻസ്, പ്ലാന്റേഷൻ ഷോപ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഒക്കെ അതിൽ ഇൻവോൾവഡ് ആണ്. ദെൻ അവിടെ എടുത്ത് പറയുന്നുണ്ട്, ഒരു തൊഴിലുടമയുടെ കീഴിൽ 10 അതിലധികമോ അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളായിട്ടാണ് അല്ലെ, അത്രയും വിപുലീകരിച്ച ഒരു സ്ഥാപനമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിന് ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇനി അവിടുത്തെ ആ ഒരു എക്സീഡിങ് 1600 പെർ മന്തിലുള്ള കാര്യങ്ങൾ നമുക്കറിയാം, അത് സ്റ്റാർട്ടിംഗ് ആണ്. സോ ആ ഒരു 1972 പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. Stipulate that the gratuity payable to an employee shall be at the rate of 15 days wages for every completed years for service or part thereof excess of 6 months. Okay, ഇവിടെ പറയാണ് ഒരു 15 ദിവസത്തെ അല്ലെ, ഓരോ വർഷം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിപ്പോ 5 years കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ലക്ഷം എമൗണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഒരു വർഷത്തെ ഒരു 15 ദിവസത്തെ വേതനം ഒരു ലക്ഷം എമൗണ്ട് ആയിട്ടാണ് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് അവിടെ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. ഇവിടെ നമുക്കറിയാം ചിലപ്പോഴൊക്കെ 4.5, 5 അല്ലെ, അങ്ങനെ കേസ് 5, 5.5 അങ്ങനെയൊക്കെയുള്ള വർഷങ്ങളൊക്കെ ആയിട്ട് വരാനൊക്കെ സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് അവിടെ സംഭവിക്കും. ഓക്കെ, അവിടെ പക്ഷെ നമുക്കറിയാം ആ എമൗണ്ട്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടതില്ല, കാരണം നമുക്കറിയാം വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ഇയറിലുള്ള ആ എമൗണ്ട്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. Hence, wages means the average of a basic pay last down by the employee. The maximum amount of the gratuity payable to an employee shall not exceed 20 months of wages. Okay, ഈ ഒരു വേജ് കാൽക്കുലേഷൻസിലൊക്കെ വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഗ്രാറ്റുവിറ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പി ജിയിൽ അല്ലെ, HRM PG-ലൊക്കെ നമുക്ക് പേയ്മെന്റ് പേറോളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചു പോകുന്നുണ്ട്. ഇതിൽ നമുക്ക് ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഗ്രാറ്റുവിറ്റി അത് നിലവിൽ വന്ന വർഷം 1972 ആണ്. പ്രധാനമായിട്ടും 5 കൂടുതലോ നാളുകൾ വർഷങ്ങളോളം ഒരു തൊഴിലുടമയുടെ കീഴിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണ് ഗ്രാറ്റുവിറ്റിന് അർഹതപ്പെടുന്നത്. അത് മാത്രമല്ല, ഒരു 10 അതിലധികമോ അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് മസ്റ്റായിട്ട് ഗ്രാറ്റുവിറ്റി അവിടെയുള്ള എംപ്ലോയീസിന് അവൈലബിൾ ആക്കണമെന്നുണ്ട്. തോട്ടം തൊഴിലാളികൾ, മൈൻസ്, ഫീൽഡ്സ്, ഷോപ്സ് ഇതിലെല്ലാം തന്നെ വർക്ക് ചെയ്യുന്ന ഏത് കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഈ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. ഓക്കെയാണോ? ഓക്കെ, പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തോ? 2-3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു. ക്ലിയർ ആണ്? യെസ്. നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റ്. എന്താണ് മെഡിക്കൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും വൈകായികയൊക്കെ വരുമ്പോഴല്ലേ, അസുഖങ്ങളൊക്കെ വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അതിന് ബെനിഫിഷ്യൽ പാക്കേജ് ചെയ്യണം. This benefits is provided by some large organizations to their retired employees and their family members. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം retired ആയിട്ടുള്ള എംപ്ലോയീസിന് ഫാമിലി മെമ്പേഴ്സ് അല്ലെ, അവരെ ആശ്രയിച്ച് കഴിയുന്ന എംപ്ലോയീസിനൊക്കെ നമുക്കറിയാം മെഡിക്കൽ ബെനിഫിഷ്യൽ പാക്കേജുകളും അവിടെ അവൈലബിൾ ആക്കുന്നുണ്ട്. Medical services for employee are provided under the employees state insurance scheme. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം ഈ മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ സ്കീം അല്ലെ, അവിടെ ESIS അല്ലെ, അവിടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം വഴിയാണ് അവർക്ക് ഇത്തരത്തിലുള്ള മെഡിക്കൽ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അപ്ലിക്കേഷൻ നോട്ട് ചെയ്ത് വെക്കുക, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ESIS. The Employee State Insurance Act 1948 has the provisions for certain benefits to employees in case of a sickness, employment injury, and maternity. Okay, അപ്പോൾ ആ ഇയർ ഒന്ന് നോട്ട് ചെയ്യുക. The Employee State Insurance Act 1948 അല്ലെ, ആ ഇയർ ESI എന്ന് പറയുന്ന ആ ഇയർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏത് വർഷമാണ്? 1948. തന്നെ ആ 1948 എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള ആനുകൂല്യം ലഭ്യമാക്കുന്നത് പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? Employee State Insurance Scheme ESIS, the Employee State Insurance Act 1948 പറയുന്നത് certain benefit to employees in case of sickness അല്ലെ, എന്തെങ്കിലും വയ്യായ്മകൾ വരുമ്പോൾ കേസ് അവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും ഇഞ്ചുറീസ് ഒക്കെ വരികയാണെങ്കിൽ അതേപോലെ തന്നെ മെറ്റേണിറ്റി അല്ലെ, അവിടെ പ്രസവമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ, ആ എംപ്ലോയിക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ
അതിനനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഓക്കെ. അപ്പോ ESIയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അത് നോട്ട് ചെയ്ത് പോവുക. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് എന്നാണ് നിലവിൽ വന്നതിന് ചോദിച്ചു കാണാറുണ്ട്. 1948. അതുമായി ബന്ധപ്പെട്ടുള്ള ബെനഫിഷ്യൽ പാക്കേജുകൾ ആർക്കൊക്കെയാണ് ലഭ്യമാകുന്നത്? എംപ്ലോയീസ് ഇൻ കേസ് ഓഫ് സിക്നെസ്, എംപ്ലോയ്മെന്റ് ഇൻജുറി ആൻഡ് പെൻഷൻ. Okay, then initially the act has been made applicable to all non-seasonal factories. Later, it was extended partially or wholly to any establishment or class of establishments. Okay, ഇവിടെ പറയാണ് നോൺ സീസണൽ ആയിട്ടുള്ള ഫാക്ടറികൾ നമുക്കറിയാം ആദ്യം എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ അല്ലെ അതിന് മാത്രം ആദ്യം ആപ്ലിക്കബിൾ ആയിട്ട് കുറച്ച് സ്ഥാപനങ്ങളൊക്കെ നിലവിൽ അവിടെ അതിന് പ്രാബല്യത്തിൽ വരികയുള്ളൂ. പിന്നീടാണ് കുറച്ചും കൂടി ആയിട്ടുള്ള കമ്പനികളും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉൾപ്പെട്ട് പോരുന്നത്. ഓക്കെ. Then labor employment directly including the clerical staff is covered by this act. However, members of the armed force and any person whose salary is the aggregate exceeds $500 a month are not covered under this act. ഇതിലും കുറച്ച് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് സ്റ്റാർട്ടിങ്ങിൽ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം എമൗണ്ടിലും കാര്യങ്ങളിലൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ ഒരുപാട് എമൗണ്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഭയങ്കരമായിട്ട് പഠിക്കേണ്ട. പക്ഷെ ഇയറും അതിൽ പറയുന്ന വസ്തുതകളൊക്കെ ഇപ്പോഴും നിലവിലുള്ളതാണ്. കാരണം അതിന്റെ കണ്ടിന്യൂസ് അല്ലെ ഇപ്പോഴും എംപ്ലോയീസിന് ഈ ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. പക്ഷെ ഈ ആനുകൂല്യങ്ങളുടെ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ സാലറിയിലേക്ക് വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ലേബർ അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള അഗ്രിഗേറ്റ് എമൗണ്ട് 500മായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതില്ല. അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ദിസ് ആക്ട് ദോസ് ഇൻഷുർഡ് അണ്ടർ ദ സ്കീം ആർ എൻടൈറ്റിൽഡ് ടു റിസീവ് മെഡിക്കൽ എയ്ഡ് ബെനിഫിറ്റ്സ് ഇൻ കേസ് ഓഫ് ഡിസേബിൾമെന്റ്, സിക്നസ് ആൻഡ് മെറ്റേണിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ സ്കീം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ESIക്ക് ഏതൊക്കെ തരത്തിലുള്ള ആനുകൂല്യങ്ങൾക്കാണ് കൊടുക്കുന്നത് അവിടെയുള്ള എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് അവരുടെ മെഡിക്കൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തന്നെ ഡിസേബിൾമെന്റ് എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ESIയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അതേമാതിരി തന്നെ മെറ്റേണിറ്റി പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ESIയിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് നോട്ട് ചെയ്ത് പോവുക. ദിസ് ബെനിഫിറ്റ്സ് എസ്റ്റാബ്ലിഷ് ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് എംപ്ലോയി എക്സ്റ്റെൻഡിങ് ഈവൻ അപ് ടു ദ പോസ്റ്റ് റിട്ടയർമെന്റ് ഫേസ് ഓഫ് ലൈഫ്. ഓക്കെ. നമുക്കറിയാം ഈ ESI ആനുകൂല്യങ്ങളൊക്കെ അല്ലെ അവിടെ ലോങ് ടൈം ആയിട്ട് തന്നെയാണ് എംപ്ലോയിക്ക് അവൈലബിൾ ആക്കുന്നത്. റിട്ടയർമെന്റിന് ശേഷം ESIയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പൊ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് അത് കാത്തു സൂക്ഷിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ചിലയിടത്തൊക്കെ ചില കമ്പനികളിലൊക്കെ നമ്മൾ തെരഞ്ഞെടുക്കാനായിട്ട് അല്ലെ അവിടെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ESIയുടെ ആനുകൂല്യം ഉണ്ടോ അല്ലെ അതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് കാൻഡിഡേറ്റ്സ് അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് സമർപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സമർപ്പിക്കുന്നത്? ഈ ആനുകൂല്യങ്ങളൊക്കെ നീണ്ട കാലത്തേക്ക് അവർക്ക് അവൈലബിൾ ആകും എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുകൂടിയാണ്. ഓക്കെ. ESIS ഓക്കെ ആണോ? നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെൻഷൻ ബെനിഫിറ്റ്. ഓക്കെ. അപ്പൊ പലതരത്തിലുള്ള റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ നമ്മൾ കാണുന്നുണ്ട്. ഗ്രാറ്റുവിറ്റി നമ്മൾ കണ്ടു അല്ലെ, ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഇതൊക്കെ റിട്ടയർമെന്റ് ബെനിഫിറ്റുകളാണ് അല്ലെ, ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിലുള്ള കാര്യങ്ങളാണ്. സോ അവിടെ നമ്മൾ ഗ്രാറ്റുവിറ്റി കണ്ടു, കുറെ നാള് അധികം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആനുകൂല്യം, മെഡിക്കൽ ബെനിഫിറ്റ്സ് കണ്ടു, പെൻഷൻ ബെനിഫിറ്റ്. ഓക്കെ. പെൻഷൻ അല്ലെ അവിടെ ഫാമിലി പെൻഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുന്നു. നമുക്ക് അത് ബെനിഫിറ്റ് which are covered under the employees family pension scheme 1971. ഓക്കെ. ഇവിടെ ആ ഇയർ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. എംപ്ലോയീസ് ഫാമിലി പെൻഷൻ സ്കീം 1971. ഇയറുകൾ ഒരുപാട് വരുന്നത് കൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കാം, മാറി പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എംപ്ലോയി ഫാമിലി പെൻഷൻ സ്കീം 1971. റിട്ടയർമെന്റ് ബെനിഫിറ്റ് അതിൽ നമുക്കറിയാം 4 ബെനിഫിഷ്യൽ പാക്കേജുകളാണ് അവിടെ പറയുന്നത്. ഒന്ന് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഫാമിലി പെൻഷൻ,
ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്, വിഡ്രോവൽ ബെനിഫിറ്റ്സ്. 4 ബെനിഫിഷ്യൽ പാക്കേജുകൾ ഇതുമായി ബന്ധപ്പെട്ട 1971 ബന്ധപ്പെട്ട് അവൈലബിൾ ആണ്. അതിൽ ഫസ്റ്റ് വൺ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഓക്കെ, ഒരു എംപ്ലോയി അവിടെ അല്ലെ അവരുടെ ഏജ് ആവുന്ന അനുസരിച്ചിട്ട് വിരമിച്ച് പോകുമ്പോൾ ഒരു ലംസം amount ആ എംപ്ലോയി അവരുടെ കൂടെ അല്ലെ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും മിക്കവാറും അത് തന്നെ പാർട്ണർ അല്ലെ മന്ത്രി സ്കീം ആ ഒരു സ്കീം അനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിലും അവരുടെ റിട്ടയർമെന്റ് ടൈമിൽ ഒരു ലംസം amount എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയറെ വാഗ്ദാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് വാഗ്ദാനം ചെയ്യുന്നു. This benefit is in the form of a lump sum given subject to a maximum. ഇവിടെയും ലംസം amount വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. 4,000 ഒക്കെ അല്ല റിട്ടയർമെന്റ് ആയിട്ട് ഈ കാലഘട്ടത്തിൽ അവൈലബിൾ ആകുന്നത്. സോ എമൗണ്ട് നിങ്ങൾ നോക്കേണ്ട. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എന്താണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്? ദിസ് ബെനിഫിറ്റ് ഈസ് ദ ഫോം ഓഫ് എ ലംപ് സം ഗിവൻ സബ്ജക്ട് ടു എ മാക്സിമം. നോക്കേണ്ട കാര്യമില്ല. എന്താണ് അവിടെ നോർമൽ റിട്ടയർമെന്റ് സബ്ജക്ട് ടു എ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. അവിടെ ഇന്ന നമുക്കറിയാം ഇന്ന പാക്കേജ് അല്ലെ പേറോളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്കറിയാം സാലറിയുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള സാലറിയെ ബേസ് ചെയ്തിട്ട് ഇത്രയും അല്ലെ കാറ്റഗറി നമുക്കറിയാം. ഓരോ വർക്കുകളുടെ തുടങ്ങി മേൽത്തട്ടിലുള്ള ജീവനക്കാരുടെ പദവികൾ വരെ എത്തും. ആ പദവിക്ക് അനുസരിച്ചിട്ട് അവരുടെ ബെനിഫിഷ്യൽ പാക്കേജിന്റെ വേരിയേഷൻസ് സംഭവിക്കും. ഓക്കെ, അപ്പൊ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ആ ഒരു എംപ്ലോയി അതിൽ നിന്ന് വിരമിക്കുമ്പോൾ ലംസമായിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ടിനെയാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റ് ടൈമില് ലംസമായിട്ട് ഒന്നിച്ച് ഒരു തുക ആ എംപ്ലോയിക്ക് ലഭ്യമാക്കുന്നതിനെയാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഫാമിലി പെൻഷൻ ഉണ്ട്. ഓക്കെ, നമുക്കറിയാം അവിടെ പെൻഷൻ അല്ലെ അവിടെ സാലറിയെ ബേസ് ചെയ്തിട്ട് പെൻഷനും ഫാമിലിക്ക് അവൈലബിൾ ആക്കുന്നു അല്ലെ. പെൻഷൻ ഈസ് ഗിവൻ ടു ദ ഫാമിലി ഓഫ് എ മെമ്പർ ഓഫ് ദ ഫണ്ട് അറ്റ് ദ ഫോളോയിങ് റേറ്റ്. ഓക്കെ, ഇൻ കേസ് അദ്ദേഹം മരിച്ചു പോയാലും അല്ലെങ്കിൽ പെൻഷൻ ആയിട്ട് അവിടെ കൃത്യമായിട്ട് തന്നെ ആ ആശ്രിതർക്ക് അവൈലബിൾ ആകുന്നുണ്ട്. അതിലും ഒരു ചെറിയ രീതി, അതായത് അവിടെ പെൻഷന്റെ കാറ്റഗറി ഇവിടെ പറയുന്നുണ്ട്. ഈ കാറ്റഗറിക്കും വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ബേസിക്കലി ആ ഒരു ടൈമിൽ 1971 ബന്ധപ്പെട്ടുള്ള സാലറിയുമായി ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ് ഇവിടെ പറയുന്നത്. അതിന് വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ആ കാറ്റഗറി അനുസരിച്ചിട്ട് സാലറിയെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ തീർച്ചയായിട്ടും ആ ബെനിഫിഷ്യൽ പാക്കേജ് ഫാമിലി പെൻഷൻസുകളൊക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആകുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാറ്റഗറി അനുസരിച്ചിട്ട് 800 രൂപ അതിനേക്കാൾ കൂടുതൽ സാലറി ഉള്ളവർക്ക് 12% of a subsidy to a maximum 150 per month to family of members who pay on which contribution to EPF is excluded. Okay, അവിടെ 150 രൂപ അല്ലെ. അവിടെ തീർച്ചയായിട്ടും 12% of a ഫാമിലി പെൻഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ സാലറിയെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. 12% അത് 150 രൂപ അല്ലെ. അവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 12% മാക്സിമം 150 രൂപ വീതം. ഇത്രയും 800 രൂപ അല്ലെ 800 രൂപയേക്കാൾ കൂടുതൽ സാലറി കിട്ടുന്നവരാണെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് ഇതേ രൂപ എല്ലാ മാസവും അവർ ചെയ്യുന്നത് അവർക്ക് അലൗ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇവിടെ 15% of pay subject to maximum 96 per month and a minimum of 60 per month to the family of the members who pay is 200 per month and above but below 800. അതായത് 200-നും 800-നും ഇടയ്ക്ക് ഉള്ള അല്ലെ അത്തരത്തിലുള്ള സാലറി ആണ് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് മാക്സിമം 96 രൂപ, മിനിമം 60 രൂപ ബേസിക്. ഈ കണക്കുകളൊന്നും നിങ്ങൾ ഇപ്പോ പഠിക്കേണ്ടതില്ല, പറഞ്ഞു പോകുന്നതല്ലോ. ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇവിടെ ഫാമിലി പെൻഷൻ തീർച്ചയായിട്ടും ഓരോ എംപ്ലോയി ആശ്രിതർക്കൊക്കെ അവൈലബിൾ ആകും. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് കാറ്റഗറി ഉണ്ട്. ജസ്റ്റ് നമ്മൾക്കറിയാം 1971 ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഇതൊന്നും പഠിക്കേണ്ടതില്ല. ഇയേഴ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഈ രീതിയിൽ നമ്മുടെ സാലറി ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഫാമിലി പെൻഷൻ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഒന്നും കാലഘട്ടത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം അല്ലെ സാലറിക്കൊക്കെ വലിയ വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പാർട്ടല്ല. നെക്സ്റ്റ് നമ്മുടെ ഹെഡിങ് ഓർത്തിരിക്കുക ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്.
നാല് തരത്തിലുള്ള പെൻഷൻ പാക്കേജ് ഉണ്ട്. ഒന്ന് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, രണ്ട് ഫാമിലി പെൻഷനും, മൂന്ന് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്സ്, നാല് വിഡ്രോവൽ ബെനിഫിറ്റ്. എന്താണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? ഒരു ലംസം ആയിട്ടുള്ള എമൗണ്ട് റിട്ടയർമെന്റ് ആകുമ്പോൾ എംപ്ലോയിക്ക് നൽകുന്നതാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. ഓക്കെ ആണോ? റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഓക്കെ ആണോ? ആണോ? യെസ്. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഫാമിലി പെൻഷനാണ്. ഓക്കെ, അത് സാലറി മേടിക്കുന്നത് അനുസരിച്ചിട്ടാണ് അവർക്ക് ഇത്രയും സാലറി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ അവര് ചെറിയ രീതിയിലെങ്കിലും അവൈലബിൾ ആക്കേണ്ടതുണ്ട്. സോ അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ഫാമിലി പെൻഷനും അവർക്ക് അവൈലബിൾ ആക്കുന്നത്. അപ്പൊ സാലറിയുടെ കാറ്റഗറി അനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു ഫണ്ട് അവർക്ക് മന്ത്ലി അല്ലെ മാസം മാസം അവർക്ക് അവൈലബിൾ ആകുന്ന ഫാമിലി പെൻഷൻ ഉണ്ട്. അത്രയും നമുക്ക് ജസ്റ്റ് നോട്ട് വയ്ക്കാം. ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്, അതേപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് അല്ലെ, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള മറ്റൊരു പാക്കേജ് ഉണ്ട്. This benefit is in the form of a lump sum subject to a maximum of 2,000 payable in the case of a death of a member. Okay, in case മരിച്ചു പോകുന്ന അല്ലെ, ഇൻ കേസ് അവരുടെ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴൊക്കെ അവരെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായെങ്കിൽ അവർക്ക് മാക്സിമം ആയിട്ട് അവിടെ വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ലംസം എമൗണ്ട് അവർക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അതാണ് ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. വിഡ്രോവൽ ബെനിഫിറ്റ്സ് നമുക്കറിയാം, നമ്മളുടെ ഒരു കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ ഒരു കോൺട്രിബ്യൂഷൻ കീപ്പ് ചെയ്തതിനു ശേഷം മാത്രമാണ് അല്ലെ അവിടെ തൊഴിലുടമയും തൊഴിലാളിയും കുറേശ്ശെ എമൗണ്ട് മന്ത്ലി അവരുടെ സാലറിയിൽ നിന്ന് പിടിച്ചുകൊള്ളുന്നുണ്ട് അല്ലെ. തൊഴിലുടമ മന്ത്ലി അവർക്ക് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഒരു നീക്കിയിരിപ്പ് നടത്തുന്നുണ്ട്. തൊഴിലാളിയും അവരുടെ സാലറിയിൽ നിന്നും ഒരു ചെറിയ വിഹിതം പെൻഷന് വേണ്ടിയിട്ട് നീക്കിയിരിപ്പ് നടത്തുന്നുണ്ട്. സോ ഇങ്ങനെ നീക്കിയിരിപ്പ് നടത്തുമ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് തീർച്ചയായിട്ടും റിട്ടയർമെന്റിന് ശേഷം അവർക്ക് വരേണ്ടതാണ്. സോ ആ ഒരു എമൗണ്ടിന്റെ അനുസരിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ, തൊഴിലാളികൾക്ക് വേണമെങ്കിൽ റിട്ടയർമെന്റിന് മുമ്പേ തന്നെ ആ ലോൺ ആയിട്ടൊക്കെ അത് അവൈലബിൾ ആകും. അതാണ് വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. This is the form of a lump sum amount payable to the member on the leaving the service before his retirement age, subject to fulfillment of certain conditions. ഓക്കെ, സർട്ടൻ കണ്ടീഷൻസിന്റെ ബേസിൽ മാത്രമാണ് റിട്ടയർമെന്റിന് മുമ്പ് ആ എംപ്ലോയിക്ക് ഇത്തരത്തിലുള്ള ലംസം എമൗണ്ട് അവൈലബിൾ ആകും. ഓക്കെ, അവർക്ക് പലിശയും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ടൊന്നും വരില്ല, അത് വിഡ്രോ ചെയ്യാം. പക്ഷെ ഇന്ന അവിടെ ചിലപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഈ എമൗണ്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ഫണ്ട് അവർക്ക് അനുകൂലമായിട്ട് കിട്ടുന്നത്. അതല്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ബേസിക് അല്ലെ, ചെറിയ രീതിയിലുള്ള പലിശയുടെ ഇനത്തിലോ അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടച്ചു തീർക്കാവുന്ന രീതിയിലൊക്കെ കണ്ടീഷൻസ് വെക്കും. ഓക്കെ, ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇവര് വേണമെങ്കിൽ വീണ്ടും ഇവരുടെ ആ എടുത്ത എമൗണ്ട് വേണമെങ്കിൽ ഒരു ലോൺ പോലെ അവർക്ക് എടുത്ത് അടച്ചു തീർക്കാവുന്നതാണ്. റിട്ടയർമെന്റിന് ശേഷം അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവർക്ക് അവൈലബിൾ ആകുന്ന ഫണ്ട് അവർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? വിഡ്രോവൽ ബെനിഫിറ്റ്സ്, വിഡ്രോവൽ ബെനിഫിറ്റ്സ് ചോദിച്ച് കാണാറുണ്ട്. എന്താണ് വിഡ്രോവൽ ബെനിഫിറ്റ്സ്? ഫോം ഓഫ് മറ്റേതിലൊക്കെ കുറെ എമൗണ്ട്സ് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാറില്ല. പക്ഷെ ഹെഡിങ്സ് ഓർത്ത് വെക്കുക. 4 തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് എന്തുമായി ബന്ധപ്പെട്ടുണ്ട്? ഫാമിലി പെൻഷൻ സ്കീം 1971 ബന്ധപ്പെട്ടിട്ട് ഒന്ന് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ലംസം എമൗണ്ട് ഫാമിലി പെൻഷൻ അവർക്ക് ലഭ്യമാകുന്നു. ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്, വിഡ്രോവൽ ബെനിഫിറ്റ്. എന്താണ് വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലംസം എമൗണ്ട് payable to the member on leaving the service before his retirement age. റിട്ടയർമെന്റ് ഏജിന് മുമ്പ് അവർക്ക് ലംസം എമൗണ്ട് കിട്ടും. ആ ലംസം എമൗണ്ട് എന്ന് പറയുമ്പോൾ റിട്ടയർമെന്റിന് ശേഷം അവർക്ക് കിട്ടേണ്ട എമൗണ്ട് ആണ്. ചില കണ്ടീഷൻസിന്റെ ബേസിൽ അവർക്ക് അനുവദിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കാം.
ഡൗട്ടുകളുണ്ടോ? ഫണ്ട്സിന്റെ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചേക്കാട്ടോ. എമൗണ്ടുകൾ പഠിച്ചില്ലെങ്കിൽ ലാസം എമൗണ്ട് റിട്ടയർമെന്റ് ടൈം അവൈലബിൾ ആകുന്നു. ഫാമിലി പെൻഷൻ, പെൻഷൻസ് ഗിവൻ ഫാമിലി ഓഫ് ഡിസീസ് മെമ്പർ ഓഫ് ഫണ്ട് അല്ലെ, ഇൻ കേസ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ആശ്രിതർക്ക് അവരുടെ പെൻഷൻസ് അവൈലബിൾ ആക്കുന്ന മാസം തോറും. ദെൻ ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അവര് ഇൻ കേസ് ഡെത്ത് അവൈലബിൾ അല്ലെ, ഇൻ ദ കേസ് ഓഫ് ഡെത്ത് ഓഫ് മെമ്പർ അവര് ജോലി ചെയ്യുന്ന ഇടയ്ക്ക് അദ്ദേഹം മരിച്ചു പോവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പെൻഷൻ അല്ലെ അവിടെ ലാംസം എമൗണ്ട് അവരുടെ ആശ്രിതർക്ക് കൊടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്. then withdrawal benefit നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി. തീർച്ചയായിട്ടും നമ്മളെ ചരം PG-യിലൊക്കെ ഇതിന്റെ ലേറ്റസ്റ്റ് വേഷൻസ് പഠിച്ചു പോകുന്നുണ്ടല്ലോ. PG-യില് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പേറോളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം ഇതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താ പറയുക കുറെ കാര്യങ്ങൾ ചെയ്തു പോകേണ്ടതില്ല. ഏതൊരു ഓർഗനൈസേഷനിൽ നമ്മൾ ചെല്ലുമ്പോഴും അവിടെ കൃത്യമായിട്ടൊരു പാക്കേജ് ഉണ്ട് അല്ലെ, ബെനിഫിഷ്യൽ പാക്കേജ്, ഇന്ത്യൻ ബെനിഫിഷ്യൽ പാക്കേജ്. അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ ആക്ടിവിറ്റി ആണെങ്കിൽ ഇതിനെല്ലാം തന്നെ ഇപ്പൊ ഫോർമുലാസ് ഉണ്ട്. സോ ഫോർമുലാസ് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും അതൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ, താഴേക്ക് പോവാലോ. ഓക്കെ, മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ്. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലുടമ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഈ ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിന്റെ കപ്പാസിറ്റി കൂടിയൊക്കെ നോക്കണം. ദെൻ അതേമാതിരി തന്നെ എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കണം അല്ലെ. ദെൻ പുതിയ എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് തൊഴിലുടമ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കുന്നത്. സോ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകൾ എംപ്ലോയിക്ക് അവൈലബിൾ ആകാൻ പറ്റുള്ളൂ. ഓക്കെ, due to the fact that the different type of benefits are an integral part of the total reward system, there must be a match between the benefit plans and the organizational objectives of the firm. ഓക്കെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അല്ലെ, ബെനിഫിഷ്യൽ പാക്കേജുകൾ ധാരാളം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവർക്ക് അവൈലബിൾ ആകേണ്ടത് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് ആലോചിക്കുന്നത്. അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിനോട് മാച്ച് ചെയ്ത് പോകുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാക്കേജുകളാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ടും ഏത് തരത്തിലുള്ള റിവാർഡ് സിസ്റ്റം ആണെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സിന് അല്ലെ, അവിടെയുള്ള സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിന് പറ്റുന്ന തരത്തിലുള്ള കാര്യമാണ്. അതിന് മാച്ച് ആവുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. These goals can be fulfilled by establishing operational objectives for the benefit plans and then creating such a plan which has the capabilities of meeting these objectives. Okay, ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം fulfilled by establishing operational objectives for the benefit plans and then creating such plans which be capabilities of meeting these objectives. നമ്മൾ എപ്പോഴും ഫുൾഫിൽ ചെയ്യണം അല്ലെ, നമ്മുടെ ഓർഗനൈസേഷന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്ലാനുകൾ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാവുക അല്ലെ. പലതരത്തിലുള്ള ഫോമുകൾ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആകുന്നുണ്ടായിരുന്നു അല്ലെ. IT കമ്പനി കൊടുക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജ് നമുക്കറിയാം ഹോസ്പിറ്റൽ ഫോം കൊടുക്കണമെന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് പ്രൊഡക്ഷൻ യൂണിറ്റ് കൊടുക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജുകൾ മറ്റ് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് കൊടുക്കണമെന്നില്ല. തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷന് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതുള്ളൂ. In certain cases, the appropriate designing of this type of benefit plans is seen as a one-time decision making rather than as a continuous development process. Okay, ചിലപ്പോൾ വേണമെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുത്ത് ഇൻ കേസ് ഇന്ന ബെനിഫിറ്റ് പാക്കേജ് കൊടുക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അല്ലെ ആ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്തതിനു ശേഷം ചിലപ്പോൾ വേണമെങ്കിൽ അതിന്റെ തുടർച്ചയെന്നാണ് മറ്റു ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കിയിട്ട് എന്താണോ ലക്ഷ്യം ഇടുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാം.
ആദ്യം ഉദ്ദേശിക്കുന്ന ആ ഒരു മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ബെനഫിഷ്യൽ പാക്കേജ് കൊണ്ട് സാധ്യമായെന്ന് വരില്ല. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. എംപ്ലോയെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കാം. കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കിയിട്ട് മാക്സിമം എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നതാണ്. In fact, the benefit plans which were suitable for the workforce of a previous years may not provide the same results for the present or future employees. അതായത് ഓർഗനൈസേഷനിൽ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ട് ചില ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുന്നുണ്ട്. അതായത് സാലറി, ഇൻഗേജ്, ക്രിസ്മസ് അല്ലെ അങ്ങനത്തെ സീസണൊക്കെ വരുമ്പോൾ ബോണസ് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു ആഘോഷങ്ങൾ അല്ലെ എന്തെങ്കിലുമൊക്കെ താമസിച്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് വന്ന് ആഘോഷിക്കുന്നുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, കുറച്ചും കൂടി ഫ്യൂച്ചറിനെ കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവർക്ക് അവൈലബിൾ ആക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ക്ലിയർ അല്ലേ? ഓക്കെയാണോ? അതിന്റെ ബെനിഫിഷ്യൽ പാക്കേജുകൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വാഗ്ദാനം ചെയ്യാം. എപ്പോഴും ലക്ഷ്യം അല്ലെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് അവൈലബിൾ ആക്കേണ്ടത്. നമുക്കറിയാം ചില ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ഇത്രയും ലൈനിന്റെ ആക്ട് പ്രകാരമൊക്കെ എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കണ്ടായിരുന്നു ക്യാമ്പസ് സർവീസ് 50 എംപ്ലോയീസിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഗ്രാറ്റുവിറ്റിയിലൊക്കെ മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതൊക്കെ മസ്റ്റ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ് അല്ലെ. അതിനപ്പുറം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലുടമ ചില വാഗ്ദാനങ്ങളൊക്കെ ചെയ്യാം. സോ അതെല്ലാം പരമ്പരാഗതമായി കൊടുക്കുന്ന അതേ ഒരു രീതി തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് മാത്രമല്ല സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഒന്നിച്ച് ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കണമെന്നില്ല. അത് പതിയെ അല്ലെ ഇതൊരു സ്റ്റാർട്ടിങ് ഉണ്ട്, അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെയാണ് അത് എംപ്ലോയീസിനെ കൊണ്ട് ഹാപ്പി ആക്കുന്നുണ്ട് അല്ലെ എന്നുള്ള രീതി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പാക്കേജുകൾ അവൈലബിൾ ആക്കാം. ഓക്കെ, ഇവിടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഓർഗനൈസേഷനിൽ എഫിഷ്യന്റ് ആയിട്ട് എംപ്ലോയീസിനെ കൈകാര്യം ചെയ്തെടുക്കണം അല്ലെ, അവരെ സാറ്റിസ്ഫൈ ചെയ്ത് അവരെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന തരത്തിലുള്ള പാക്കേജാണ് അവർക്ക് അവൈലബിൾ ആക്കുക. ഓക്കെ, ജസ്റ്റ് കൈകാര്യം ചെയ്ത കാര്യമുള്ളൂ. വീണ്ടും പറയുന്നു, there must be a proper administration of benefits and service by the organizations are there can be incidents of lawsuits and civil penalties for those organizations which don't properly administer benefits and services. ഓക്കെ, നമ്മൾ പറഞ്ഞു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെ നിയമപരമായിട്ട് എംപ്ലോയീസിന് ലഭ്യമാക്കേണ്ട ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആക്കിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ അവിടെ നേരിടേണ്ടി വരും അല്ലെ. കമ്പനിക്ക് ചിലപ്പോൾ പെനാൽറ്റീസ് ഒക്കെ ഈടാക്കേണ്ടതായിട്ട് വരും. അവിടെ ചാർജുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ തലപ്പത്തിരിക്കുന്നവരെ അല്ലെ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നവർ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് നിയമപരമായിട്ട് എംപ്ലോയീസിന് ഇന്നത് അർഹതപ്പെട്ടതാണെങ്കിൽ അത് മസ്റ്റായിട്ടും അവിടെ അനുവദിക്കുക തന്നെ വേണം. അതിനപ്പുറം സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ബെനിഫിഷ്യൽ പാക്കേജ് ഏതാണോ ഉതകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. സോ അങ്ങനെ ഏത് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണ് അല്ലെ, നമ്മൾ കുറെ ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തില്ലേ? ഇതാ അല്ലേ, ഒരു ചാർട്ട് രൂപേണ കുറെ ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഓക്കെ, എല്ലാ കമ്പനിക്കും അവിടെ അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റില്ല അല്ലെ. നമുക്കറിയാം അത്രയും ഫണ്ടൊന്നും ഉണ്ടാവില്ല. അതായത് ഇഷ്ടാനുസരണം നമുക്കറിയാം എന്താണോ എംപ്ലോയിക്ക് ചേർന്നത് അതനുസരിച്ചിട്ട് അവിടത്തെ അവൈലബിൾ ആക്കി കൊടുക്കുക. അവിടെ അപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ലോ സ്യൂട്ട്സ് ആൻഡ് സിവിൽ പെനാൽറ്റീസ് ഒന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then hiring a benefits administrator or an HR manager can prove to be a less costly solution. എപ്പോഴും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവരെ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുന്നത്. അവരെപ്പോഴും അധികം കോസ്റ്റ്ലി അല്ലാത്ത രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. The activities of developing and managing the benefits for employees are taken care of by the benefits administrator. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ഏറ്റവും നല്ല രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് അധികം ചെലവില്ലാത്ത രീതിയിൽ എന്ന മസ്റ്റായിട്ടും പാലിക്കേണ്ടതൊക്കെ പാലിച്ചു പോവുകയും വേണം. അതേപോലെ തന്നെ എംപ്ലോയർ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റിന് ചേർന്ന വിധത്തില് ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള
ബെനിഫിഷ്യൽ പാക്കേജ് എഴുതാമോ? സോ അതിന് അനുയോജ്യമായ രീതിയിൽ തന്നെ ആ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര് അല്ലെങ്കിൽ HR മാനേജറൊക്കെ കൃത്യമായിട്ട് തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കണം എന്നാണ് പറയുന്നത്. Then we know he also responsible for communicating to the employee about the manner in which the benefit programs functions along with the different standards which must be met by an employee to acquire these benefits. Okay, mostly നമുക്കറിയാം ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എപ്പോഴും ആർക്ക് വേണ്ടിയിട്ട് ഇവിടെ അവൈലബിൾ ആക്കുന്നത്? തൊഴിലുടമ ആർക്ക് വേണ്ടിയിട്ടാണ് ബെനിഫിഷ്യൽ പാക്കേജുകൾ അവൈലബിൾ ആക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? എംപ്ലോയിക്ക് വേണ്ടി. അപ്പൊ എംപ്ലോയിക്ക് എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കണം അല്ലെ? അതല്ലേ പ്രധാനമായിട്ടും ഈ പറഞ്ഞ HR ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ടത്. എംപ്ലോയിക്ക് എന്താണ് കൂടുതൽ ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഓർഗനൈസേഷന് കൊടുക്കാനായിട്ട് പറ്റുന്ന ചെലവ് കുറഞ്ഞ രീതിയാണോ, ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്നതാണോ എന്ന് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നടപ്പാക്കേണ്ടത് അല്ലെ? അപ്പൊ മോസ്റ്റ്ലി ഇവിടെ എടുത്ത് പറയാണ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു എംപ്ലോയീസ് അബൌട്ട് ദ മാനർ in which the benefit programs functions along with the different standards which must be met by an employee to acquire these benefits. Okay, അപ്പൊ ആ വ്യത്യസ്തതരത്തിലുള്ള സ്റ്റാൻഡേർഡ്സുകളൊക്കെ വെച്ചിട്ട് അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏത് തരത്തിലുള്ള സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അവരെ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്താണ് അല്ലെ? In most of the large organizations, benefit administration is the part of the HR department. On the other hand, in small organizations, the responsibility of a benefit administrator is assigned to the individual of different divisions or areas. Okay, ഇവിടെ പറയാണ് മെയിൻ ആയിട്ട് ലാർജ് ഓർഗനൈസേഷനിലൊക്കെ നമുക്കറിയാം ഈ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു വിങ്ങൊന്നും ഉണ്ടാവണമെന്നില്ല, ശരിയല്ലേ? ചെറിയ ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു HR ഡിപ്പാർട്ട്മെന്റ് എല്ലാം സ്ഥാപിക്കാൻ പറ്റുമോ അല്ലെ? കുറച്ച് തൊഴിലാളികളെ അവിടെ വർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. സോ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു മാനേജർ പോസ്റ്റ് അല്ലെ, പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ അതിന് അധികാരപ്പെട്ട ഏതെങ്കിലും വർക്ക് സ്റ്റേറ്റ് ലെവലുള്ള പേഴ്സൺ ആണ് അതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരിക. അതേസമയം വലിയ വലിയ ഓർഗനൈസേഷനിൽ നമുക്കറിയാം വലിയ ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ചോദിച്ചു കാണാറുണ്ട് ലാർജ് ഓർഗനൈസേഷനിലെ ബെനിഫിഷ്യൽ പാക്കേജുകൾ ആരാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്? ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. In small organizations, the responsibility of a benefit administrator is assigned to individual of a different division of India. നമുക്കറിയാം അവര് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും ഇന്ന മേഖലകളിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇന്ന പേഴ്സണെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചുമതലപ്പെടുത്തുന്ന പേഴ്സണാണ് എന്താണ് അവിടെയുള്ള എംപ്ലോയീസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കാര്യം എന്താണ് കൃത്യമായിട്ട് ഗ്രഹിച്ച് തീർച്ചയായിട്ടും തൊഴിലുടമയോടൊക്കെ ഡിസ്കസ് ചെയ്ത് അവൈലബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബെനിഫിഷ്യൽ പാക്കേജ് അവൈലബിൾ ആക്കണം എംപ്ലോയിയെ സാറ്റിസ്ഫൈഡ് ആകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള സംസ്കാരം തന്നെ ഫോളോ ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല അല്ലെ? അവിടെ ചെറിയ ചെറിയ രീതിയിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവൈലബിൾ ആക്കിയിട്ട് മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ആകുന്നത് എന്താണോ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവര്, അതായത് വലിയ വലിയ ഓർഗനൈസേഷനിലാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്ത് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് തീരുമാനിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ആവശ്യമാണ്. അതായത് എംപ്ലോയിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് അതേപോലെ തന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ അല്ലെ നമ്മുടെ കമ്പനിക്ക് വഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ്. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജ് ആണെന്ന് ശ്രദ്ധിച്ചിട്ടാണ് ഇതൊക്കെ അവൈലബിൾ ആക്കിയത്. Okay, then last sentence will look. Most of the time, the benefit administrator is involved in the coordination of the existing benefits plans. Okay, main item our benefit administrator പ്രധാനമായിട്ടുള്ള കാര്യം പറയുന്നത് എല്ലാ ബെനിഫിഷ്യൽ പ്ലാനുകളും അതൊക്കെ കോർഡിനേറ്റ് ചെയ്യും. വലിയ വലിയ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ വ്യത്യസ്ത ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ആയിരിക്കും കൊടുക്കുക. எனவே എല്ലാ ബെനിഫിഷ്യൽ പാക്കേജിന്റെയും മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കാൻ എംപ്ലോയിയെ എഫിഷ്യന്റ് ആക്കുക അല്ലെ? അതനുസരിച്ചിട്ടുള്ള കോർഡിനേഷൻ അവിടെ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെയാണോ? എല്ലാ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുള്ളത് ലാർജ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ലാർജ് ഓർഗനൈസേഷനിൽ ആരാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജ് തീരുമാനിക്കുന്നതിനൊക്കെ ചോദിച്ചു കാണാറുണ്ട്.
പിന്നെ ഇതിനാണ് പ്രധാനമായിട്ട് കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യേണ്ടത്. ഓപ്ഷനിൽ ലോസ്യൂട്ട്സ് അല്ലെ, സിവിൽ പെനാൽറ്റീസ് ഒക്കെ വരുന്നത് അല്ലെ, തീർച്ചയായിട്ടും തൊഴിലുടമ അത് അല്ലെ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനായിട്ട് പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് അമ്മായിക്ക് അവൈലബിൾ ആക്കേണ്ടതുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് അവർക്ക് അവൈലബിൾ ആക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഇനി നമുക്ക് നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു പോകുന്നത്. ഒറ്റയടിക്ക് പോയി അല്ലെ HR ഡിപ്പാർട്ട്മെന്റിന് പെട്ടെന്ന് ഒരു കാര്യം തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. പല കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തതിനു ശേഷമാണ് അവർക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കുന്നത്. The different types of consideration in the administration of the benefit and service are stated below. പലതരത്തിലുള്ള ശ്രദ്ധകൾ കേന്ദ്രീകരിച്ചിട്ട് മാത്രമാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്. ഈ ബെനിഫിഷ്യൽ പാക്കേജ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് അതാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കമ്പനികളിലുള്ള എല്ലാവർക്കും കൊടുക്കണം, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനും കൊടുക്കണം അല്ലെ. നമുക്കറിയാം റിക്രൂട്ട്മെന്റ് ടൈമുകളിലൊക്കെ പലതരത്തിലുള്ള ആണെങ്കിലും റിട്ടയർമെന്റ് ശേഷം കിട്ടുന്നതൊക്കെ കണ്ടിട്ടൊക്കെ ചിലപ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അത് ആ ഒരു ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഓഫറുകൾ ചിലപ്പോൾ വേണമെങ്കിൽ കമ്പനികൾ ഓഫർ ചെയ്യാം. സോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ CPN ആധാരങ്ങൾ അല്ലെ. അപ്പൊ പലതരത്തില് ഇങ്ങനെ ഓഫറുകൾ കൊടുക്കുമ്പോൾ റെസിപ്പിയൻസ് അല്ലെ ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസിനെ ലക്ഷ്യമിട്ടിട്ടാണെന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഇങ്ങനെ റിട്ടയർമെന്റിന് ശേഷമായിട്ടുള്ള എംപ്ലോയീസിനെയും അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് കഴിയുന്നവരെയും എല്ലാവരേക്കും ഈ തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അവൈലബിൾ ആക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് who can be a part of the overall benefit program offered by the firm must be decided by an employer as a constituent of accomplishing the objectives of the benefit plans. Okay, നമ്മൾ തീർച്ചയായിട്ടും നിശ്ചയിക്കേണ്ടത് എല്ലാ ഫേമുകളും പ്രധാനമായിട്ടും തൊഴിലുടമ എല്ലാ എംപ്ലോയീസിനും കൊടുക്കുന്നുണ്ടോ അല്ലെ, ആർക്കൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് പാക്കേജുകൾ അവൈലബിൾ ആക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ഡിസൈഡ് ചെയ്തതിനു ശേഷം മാത്രമാണ് ബെനിഫിഷ്യൽ പാക്കേജുകളെ കുറിച്ച് ആലോചിക്കുന്നത്. ഓക്കെ, ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അതായത് ആക്റ്റീവ് ഫുൾ ടൈം നമ്മളൊരു കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോ അല്ലെ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവാം, ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവാം, അതേപോലെ തന്നെ പെർമനന്റ് സ്റ്റാഫുകൾ ഉണ്ടാവാം അല്ലെ. അങ്ങനെയുള്ള എംപ്ലോയീസുകളൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? പാർട്ട് ടൈം എംപ്ലോയീസ് ഉണ്ടാവും. വലിയ വലിയ കമ്പനികളൊക്കെ ആവുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ശരിയാണോ? ഉണ്ടാവും അല്ലെ. വലിയ വലിയ കമ്പനികളൊക്കെ ആവുമ്പോൾ പാർട്ട് ടൈമുകാർ ഉണ്ടാവും അല്ലെ. മാത്രം തന്നെ ഫുൾ ടൈം എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ. പലതരത്തില് നമുക്കറിയാം എംപ്ലോയീസിന്റെ കാറ്റഗറി ഉണ്ടാവും. പെർമനന്റ് എംപ്ലോയി ഉണ്ടാവും, കോൺട്രാക്ട് ബേസിൽ കോൺട്രാക്ട് ഡെലിവറിക്കും ഡിപ്ലോയിഡ് എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള എംപ്ലോയീസിന്റെ ഒരു നീണ്ട തനിയെ ഉണ്ടാവും. സോ ഈ ഇത്തരത്തിലുള്ള എല്ലാ എംപ്ലോയീസിനും ബെനിഫിഷ്യൽ പാക്കേജുകൾ വേണോ എന്നുള്ളത്, അവരെയൊക്കെ ഉൾപ്പെടുത്തണോ എന്നുള്ളത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള കാറ്റഗറികളാണ് ഇവിടെ പറയുന്നത്. ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. ഓക്കെ, ഒരു അല്ലെ സ്ഥാപനത്തിൽ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന, അതായത് എല്ലാ ദിവസവും അവര് പെർമനന്റ് ആയിട്ട് അല്ലെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ട്. ദെൻ ഡിപെൻഡന്റ് മെമ്പേഴ്സ് ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഫുൾ ടൈം എംപ്ലോയീസിന്റെ ഡിപെൻഡന്റുമാരെ, അതായത് ആശ്രിതരെ ഉൾപ്പെടുത്തണമോ? ഫുൾ ടൈം എംപ്ലോയീസിനെ ഉൾപ്പെടുത്തണമോ എന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അതോടൊപ്പം തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഫുൾ ടൈം ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ആശ്രിതരെ ഉൾപ്പെടുത്തണമോ? Then employee who have retired from the job. ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുന്നവരെ ഉൾപ്പെടുത്തണം. ഡിപെൻഡന്റ് ഓഫ് റിട്ടയേർഡ് എംപ്ലോയി. ഈ റിട്ടയേർഡ് എംപ്ലോയി ആയവരുടെ ആശ്രിതരെ ഉൾപ്പെടുത്തണം. എന്തിനു വേണ്ടിയിട്ടാണ്? ബെനിഫിഷ്യൽ പാക്കേജുകൾ കൊടുക്കുന്നത്. ഓക്കെ, പാർട്ട് ടൈം എംപ്ലോയി അല്ലെ, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ ഉൾപ്പെടുത്തണം. ഡിപെൻഡന്റ് ഓഫ് പാർട്ട് ടൈം എംപ്ലോയീസ്. പാർട്ട് ടൈം എംപ്ലോയീസിന്റെ ആശ്രിതരെ ഉൾപ്പെടുത്തണം. Then employee who are disabled.
എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉള്ള എംപ്ലോയീസിനെ ഉൾപ്പെടുത്തണം. ഡിപെൻഡന്റ് ഫോർ ഡിസേബിൾഡ് എംപ്ലോയീസ്, ഡിസേബിൾഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ആശ്രിതരെ ഉൾപ്പെടുത്തണം. അത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സർവൈവർ ഓഫ് ഡിസീസ് എംപ്ലോയീസ്, മരിച്ചുപോയ എംപ്ലോയീസിന്റെ ആശ്രിതരെ ഉൾപ്പെടുത്തണമോ. എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്, ഇപ്പോ അല്ലെ നമ്മൾ നിർത്തിപ്പോയിരിക്കുന്ന എംപ്ലോയീസിനെ ഉൾപ്പെടുത്തണമോ. ഡിപെൻഡന്റ് ഓഫ് എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്, അവരെ ആശ്രയിച്ച് ഉള്ളവരെ ഉള്ള വ്യക്തികളെയും കൂടി ഉൾപ്പെടുത്തണം. നമുക്കറിയാം തീർച്ചയായിട്ടും ആശ്രിതർ എന്ന് പറയുമ്പോൾ അവരുടെ ബ്ലഡ് റിലേറ്റഡ് അല്ലെ. ഇൻ കേസ് വൈഫാണെങ്കിൽ അവരുടെ ഹസ്ബൻഡ്, മക്കൾ, കേസ് അതെല്ലാം മാരീഡ് അല്ല എങ്കിൽ പാരന്റ്സ് അല്ലെ, അങ്ങനെയൊക്കെയുള്ളവരൊക്കെയാണ് ആശ്രിതർ എന്ന് പറയുന്നത്. അപ്പൊ ആശ്രിതരെ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാറ്റഗറി. Then employee who are separated from the employment temporarily, example employees on a family leave, അതായത് കുറച്ച് നാളത്തേക്ക് നീണ്ട ഒരു ലോങ് ലീവ് ഒക്കെ എടുത്ത് പോകുന്ന എംപ്ലോയീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരെ ഈ പറഞ്ഞ ബെനിഫിഷ്യൽ പാക്കേജിൽ ഉൾപ്പെടുത്തുന്നു. വീണ്ടും ഡിപെൻഡന്റ് ഓഫ് എംപ്ലോയി ഹു ആർ സെപ്പറേറ്റഡ് ഫ്രം എംപ്ലോയ്മെന്റ് ടെമ്പററി, കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ജോലിയിൽ നിന്ന് വിട്ടുപോകുന്ന ആശ്രിതരെയും അല്ലെങ്കിൽ വിട്ടുപോകുന്ന എംപ്ലോയിയുടെ ആശ്രിതരെയും കൂടി ഉൾപ്പെടുത്തണം. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം കമ്പനിയുടെ ചെലവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാറ്റഗറി സർവേയോടുകൂടി വെച്ചിട്ടായിരിക്കും അവർ ബെനിഫിഷ്യൽ പാക്കേജുകൾ തീരുമാനിക്കുന്നത് അല്ലെ. അപ്പൊ ആർക്കൊക്കെ ഈ പറഞ്ഞ ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കണം, അതാണ് ഫസ്റ്റ് വൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തതിനു ശേഷമാണ് അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നത്. ഓക്കെ, ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്, ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാം പറയേണ്ടതുണ്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ എന്താന്നുള്ളത്? അതായത് ഒരു കമ്പനി ആവുമ്പോൾ പലതരത്തിലുള്ള ജീവനക്കാരുണ്ട്, എല്ലാ ജീവനക്കാരും ഉൾപ്പെടുത്തണം അല്ലെ. പാർട്ട് ടൈം ഉള്ളവരെയും ഫുൾ ടൈം ഉള്ളവരെയും അവരാശ്രിതരെയും ശുഭായവരെയും റിട്ടയർ ചെയ്തവരെയും ഒക്കെ എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസേഷൻ നടത്തിയതിനു ശേഷമാണ് കമ്പനി അതിന്റെ ഒരു തീരുമാനമെടുക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടുള്ള സ്രോതസ്സുകളൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് അതിന്റെ തീരുമാനങ്ങളൊക്കെ എംപ്ലോയറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവിടെ ഫൈനലൈസ് ചെയ്യുന്നത്. വീണ്ടും നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് determining the inclusion of retirees in the plan. ഇതിലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിട്ടയർ ചെയ്തിരിക്കുന്ന വ്യക്തികളെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അടുത്തതായിട്ട് വരിക. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തന്നെ ഫാമിലി ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നവരെയൊക്കെ ഉൾപ്പെടുത്തേണ്ട കാര്യമൊക്കെ ഉണ്ടോന്ന് എന്തായാലും അല്ലെ. വലിയ ഭയങ്കര ലാഭത്തോടുകൂടി പ്രവർത്തിക്കുന്ന കമ്പനി ആണെങ്കിൽ ചിലരെയൊക്കെ ഒഴിവാക്കാനൊക്കെ ശ്രമിക്കും അല്ലേ. ശരിയല്ലേ? ശരിയാണോ? ഓക്കെ, എപ്പോഴും നമ്മുടെ പദ്ധതികൾ തീരുമാനിക്കുമ്പോൾ പലതരത്തിലുള്ള ചിന്തയോട് കൂടിയിട്ടായിരിക്കും പദ്ധതികളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ പറഞ്ഞു ആരൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ളത്. വീണ്ടും അവിടെ കൺഫ്യൂഷൻ വരികയാണ്. എന്താണ് ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. It is a common for major benefits to be provided to the employee, and some portion is given to the dependents of the employees, like medical expenses, coverage, life insurance coverage, etc. Okay, നമുക്കറിയാം എംപ്ലോയിക്ക് കുറെ കോമൺ ആയിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കും. അവരുടെ ആശ്രിതർക്ക് ചില രീതിയിലുള്ള ചില ഭാഗങ്ങൾ മാത്രമാണ് അവർക്ക് കൊടുക്കുക. ഡിപെൻഡൻസിന് ചിലപ്പോൾ വേണമെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസും അല്ലെ അവരുടെ കവറേജ് കാര്യങ്ങൾ ഇൻഷുറൻസ് കവറേജിലൊക്കെയാണ് അവർ ഉൾപ്പെടുത്തുന്നത്. മറ്റു ആനുകൂല്യങ്ങൾക്കൊക്കെ അവരെ പരിഗണിക്കണമെന്നില്ല അല്ലെ. ചില കമ്പനികൾ ചിലപ്പോൾ ആശ്രിതരുടെ മെഡിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ടും ആശ്രിതർക്ക് ചെയ്ത് കൊടുക്കുന്നത്. Okay, there are many factors which must be taken care of when deciding whether to include other groups in this plan or not. Okay, അവിടെ തീർച്ചയായിട്ടും പറയാനോ മറ്റു ഘടകങ്ങളെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇതിൽ വേണോ വേണ്ടത്, ഈ ഗ്രൂപ്പിൽ ഈ പ്ലാനിൽ അവർ ഉൾപ്പെടുത്തണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഫാക്ടേഴ്സുകളൊക്കെ അവിടെ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് അവരുടെ തീരുമാനം എടുക്കുള്ളൂ. ആറ്റിറ്റ്യൂഡ് ഓഫ് ദ എംപ്ലോയർ and the extended protection provided under other plans like social security are two main consideration involved in this. അതായത് പല ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ
എംപ്ലോയറുടെ മനോഭാവമുണ്ട് അല്ലെ. ഇതില് പ്രധാനമായിട്ട് നമുക്കറിയാം HR ഡിപ്പാർട്ട്മെന്റ് ഇതിന് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് കുറെ ഡാറ്റാസ് കൊണ്ടുവന്ന് സമർപ്പിച്ചാലും തൊഴിലുടമയ്ക്ക് ഒരു തീരുമാനമുണ്ട് അല്ലെ. ഇത് കൊടുക്കേണ്ടവർ ഇതിലാണ്, ഇന്ന ആൾക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നപ്പോൾ ഒരു പവർ ആർക്കുണ്ടാവും, തൊഴിലുടമയ്ക്കുണ്ടാവും അല്ലെ, ഉണ്ടാവില്ലേ. അവരുടെ മനോഭാവം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കമ്പനിയുടെ സർവേയിൽ അല്ലെ, അത് എല്ലാവർക്കും നല്ല ഒരു ഐഡന്റിറ്റി ഒക്കെ കീപ്പ് ചെയ്യുക അല്ലെ. സോഷ്യൽ സെക്യൂരിറ്റി ഒക്കെ നമുക്കറിയാം, ഷെയർ കാര്യങ്ങൾ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനികളൊക്കെയാണ്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം അതിനും കൂടിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആകുന്നത്. ഓക്കെ, അപ്പൊ പല കാര്യങ്ങൾ അല്ലെ, അത്തരത്തിലുള്ള പല ഫാക്ടറുകൾ കൂടിയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ റിട്ടയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഉൾപ്പെടുത്തുന്ന വേണ്ടതൊക്കെ തീരുമാനങ്ങൾ. വീണ്ടും the role of a central and state laws cannot be ignored. പ്രധാനമായിട്ടും മനസ്സിലാക്കാം, നമുക്കറിയാം സെൻട്രൽ ആയിട്ടും അല്ലെ അതേമാതിരി സ്റ്റേറ്റ് ഒക്കെ അല്ലെ രാജ്യത്തിന്റെ കേന്ദ്രീകൃതമായിട്ടുള്ളതും അതേപോലെ സംസ്ഥാന നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇത്രയും ഷെയർ ഹോൾഡേഴ്സ്, ഇത്രയും ഇൻകം ഒക്കെ ഉള്ളവരെ ഇത്രയും ആനുകൂല്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർ എംപ്ലോയീസ് ആശ്രിതർക്കൊക്കെ മസ്റ്റായിട്ടും കൊടുക്കണം എന്നുള്ള കുറെ നിയമങ്ങളൊക്കെ അല്ലെ. ഗവൺമെന്റ് എംപ്ലോയീസിനൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ മസ്റ്റായിട്ടും അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുള്ളതാണ്. സോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തായാലും ഫോളോ ചെയ്തേ പറ്റും, അല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ബേസിലാണ് ഇത്തരത്തിലുള്ള റിട്ടയേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസിന് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഡ്യൂ ടു ഫാമിലി ലീവ് ലോ സം ബെനിഫിറ്റ് സ്റ്റിൽ ടു ബി പ്രൊവൈഡഡ്. ഓക്കെ, ഫാമിലി ലീവായിട്ട് എടുത്തു പോകുന്ന എംപ്ലോയീസ് അവര് ഇപ്പോഴും നമുക്കറിയാം അവര് ചിലപ്പോൾ ലോങ് ലീവായിട്ടൊക്കെ പോയെങ്കിലും അത്രയും ആ ഒരു ലീവിന്റെ ഇടയ്ക്ക് വന്നുകൊണ്ട് മാർക്കറ്റ് കിട്ടും. കാരണം ചില അവർക്ക് ബെനിഫിഷ്യൽ പാക്കേജുകൾ അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ലീവ് എടുത്തു പോയവരും മറ്റേ ടൈമിൽ വന്നിട്ട് അവരുടെ ദിവസം പുതുക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ചില നിയമങ്ങളുണ്ട്, ആ നിയമാനുസൃതമായിട്ടുള്ള ആനുകൂല്യങ്ങൾ മസ്റ്റായിട്ടും എംപ്ലോയീസിന് അവൈലബിൾ ആക്കേണ്ടത്. പ്രധാനമായിട്ട് ഗവൺമെന്റ് എംപ്ലോയീസിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കുറെ ആനുകൂല്യങ്ങളൊക്കെ മസ്റ്റായിട്ടും അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഡിറ്റർമിൻ ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഒരു പോയിന്റ് കൂടി നോക്കാം, പ്രൊബേഷണറി പീരിയഡ്. ഓക്കെ, നമുക്കറിയാം പബ്ലിക് ഫേമുകളും പ്രൈവറ്റ് ഫേമുകളും ഒക്കെ ഉണ്ട്. പ്രൈവറ്റ് ഫേമുകളും ഈ ഗവൺമെന്റ് ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ എംപ്ലോയീസിന് അവൈലബിൾ ആക്കുന്നുണ്ട്. സോ നമുക്കറിയാം ചില കമ്പനികളൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ഫേമുകളൊക്കെ ആണെങ്കിൽ അവര് നിയമാനുസൃതമായിട്ടുള്ള ടൈം വരുമ്പോഴേക്കും അല്ലെ അവിടെ എംപ്ലോയീസിനെ പെർമനന്റ് എംപ്ലോയി ആക്കാതെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇതുകൊണ്ട് പെർമനന്റ് എംപ്ലോയി ആണെങ്കിൽ മസ്റ്റായിട്ട് ചില ആനുകൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സോ അവിടെ പ്രൊബേഷണറി പീരീഡ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ വളരെ മസ്റ്റായിട്ടും കുറെ ആനുകൂല്യങ്ങളൊന്നും അവർക്ക് കൊടുക്കേണ്ടതില്ല. സോ അത്രയും കോസ്റ്റ് അല്ലെ അവിടെ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഗവൺമെന്റ് ആണെങ്കിലും പ്രൈവറ്റ് ഫേമുകളൊക്കെ ആണെങ്കിലും എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എംപ്ലോയി ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ട്. സോ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് അല്ലെ കൺസിഡർ ചെയ്തിട്ട് തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ നമ്മുടെ കമ്പനിക്ക് ഫേവറബിൾ ആക്കി കൊണ്ടുപോകാൻ പറ്റുന്നത് ഏതാണെന്ന് നോക്കിയതിനു ശേഷം അതൊക്കെ അവൈലബിൾ ആകുള്ളൂ. Probationary period ഭാഗമാണ്. As any kind of a claim which is a resultant during probation must be borne by the employee himself. ഓക്കെ, നമുക്കറിയാം എന്തെങ്കിലും ക്ലെയിമുകൾ ഈ പറഞ്ഞ മാതിരി പ്രൊബേഷണറി ടൈമിൽ എംപ്ലോയിക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലും പരിക്കുകളോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് അവർ സ്വമേധയോ വഹിക്കേണ്ടതാണ്. അതേസമയം പെർമനന്റ് എംപ്ലോയി ആണെങ്കിൽ കമ്പനി അത് വഹിക്കേണ്ടതായിട്ട് വരും. സോ ഇറ്റ് റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ദ എംപ്ലോയർ. നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പ്രൊബേഷണറി പീരീഡിൽ എംപ്ലോയി തന്നെ വഹിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ തൊഴിലുടമയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബർഡൻ അല്ലെ ഒരു കടുപ്പിടുത്തം വരേണ്ട ആവശ്യകതയില്ല. സോ നമുക്കറിയാം ചില കമ്പനികളൊക്കെ പ്രൊബേഷൻ പീരീഡ് വരെ അവർക്ക് അല്ലെ അവർക്ക് കൊടുക്കും. പെർമനന്റ് ആക്കുന്ന ടൈമാകുമ്പോഴേക്കും അവരെ റിജക്ട് ചെയ്യും. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ്? പ്രൊബേഷണറി പീരീഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും തൊഴിലാളി തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് തൊഴിലുടമയ്ക്ക് വഹിക്കേണ്ടതായിട്ടുള്ള യാതൊരു റൂൾസും ഇല്ല. സോ അതുകൊണ്ട് തന്നെയാണ് മെയിൻ കമ്പനികളൊക്കെ പ്രൊബേഷണറി പീരീഡിൽ എംപ്ലോയീസിനൊക്കെ സെലക്ട് ചെയ്യുന്നത്. Apart from this, the chance of adverse selection are also reduced due to probationary periods.
ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ഒരു അല്ലെ ഈ ഒരു കാര്യം കൺസിഡർ ചെയ്തിട്ട് ചില കമ്പനികളൊക്കെ ചില ഫാമുകളൊക്കെ പ്രൊബേഷണറി ടൈമിലേക്ക് എല്ലാ എംപ്ലോയീസിനെയും വിളിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ പെർമനന്റ് ആക്കുന്ന ടൈം ആകുമ്പോഴേക്കും തിരിച്ചുവിടും. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പെർമനന്റ് എംപ്ലോയി ആക്കുകയാണെങ്കിൽ ചില ആനുകൂല്യങ്ങളൊക്കെ മസ്റ്റായിട്ട് അവർക്ക് കൊടുക്കണം അല്ലെ. അതല്ലാതെ അവർക്ക് വരുന്ന റിസ്കുകൾ എന്തെങ്കിലും ക്ലെയിമുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ എംപ്ലോയി തന്നെ സെൽഫായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. There will also be a reduction in the administrative cost for managing those employees who terminate employment immediately after they join organization. തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷനിൽ അദ്ദേഹം വരികയാണെങ്കിൽ അല്ലെ ഇതായിട്ട് പെർമനന്റ് എംപ്ലോയി ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമ്പനി വഹിക്കേണ്ടതായിട്ട് വരും. ഇൻഫാക്ട് the new employees who have some claims are faced with few financial challenges as they are not eligible for any kind of a benefit plan. അത് നമ്മളെ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അതായത് പുതിയ എംപ്ലോയി കുറച്ച് നാളത്തേക്ക് നമുക്കറിയാം ഫേസ് ചെയ്യേണ്ടതായിട്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചലഞ്ചസിലൊക്കെ ഫേസ് ചെയ്യാനൊക്കെ വരും. ആ ടൈമിൽ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ സ്വയം വഹിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ പെർമനന്റ് ആക്കുന്ന ടൈം ആകുമ്പോഴേക്കും കമ്പനി തിരിച്ചു വിടാതെ തന്നെ പെർമനന്റ് എംപ്ലോയി ആക്കി മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയി രക്ഷപ്പെടും അല്ലെ. പിന്നെ അവർക്കുള്ള ആനുകൂല്യങ്ങളൊക്കെ കമ്പനി അവർക്ക് നൽകുന്നതാണ്. The implementation and the time frame of a probationary period is reducing, particularly in the medical expenses plans, except in the conditions of a high turnover, and as most of the organization are trying to attract new talent. ന്യൂ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ചിലപ്പോൾ വേണമെങ്കിൽ അല്ലെ പ്രൊബേഷണറി പീരീഡിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വഹിക്കാന്നൊക്കെ ഉള്ള കണ്ടീഷനിൽ എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന കമ്പനികളുമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് പ്രൊബേഷണറി പീരീഡിൽ അവര് കുറെ ആനുകൂല്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത് മനസ്സിലാക്കിയിട്ട് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ചിലപ്പോൾ വേണമെങ്കിൽ ആ കമ്പനിയിൽ പോകാം. അപ്പൊ റിക്രൂട്ട്മെന്റ് ടൈമിലാണ് ആ ഓഫേഴ്സുകളൊക്കെ കൊടുക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ കമ്പനിയിൽ വരികയും അവരെ നല്ല ബെസ്റ്റ് വണ്ണിനെ ചൂസ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു. സോ പല ടെക്നിക്കുകളും തൊഴിലുടമയ്ക്ക് കൈകാര്യം ചെയ്ത് പോകാവുന്നതാണ് ഈ ബെനിഫിഷ്യൽ പാക്കേജുമായി ബന്ധപ്പെട്ട്. പ്രൊബേഷണറി പീരീഡ് കൺസിഡർ ചെയ്ത് കുറെ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം പ്രൊബേഷണറി പീരീഡിൽ മസ്റ്റായിട്ടും ചില ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ചില ഓഫറുകൾ കൊടുക്കുന്ന കമ്പനികളുമുണ്ട്. അത് ഓഫറുകൾ കൊടുക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ലഭ്യമാകുന്നത്, അതായത് കണ്ടെത്തി അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. ഓക്കെയാണോ? ഓക്കെ, അപ്പോൾ ആ ഹെഡിങ്ങുകളൊക്കെ ഒന്ന് സ്റ്റേജ് മനസ്സിലാക്കി തന്നെ പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേയില് ബാലൻസ് എടുക്കാം. ഓക്കെ, ഒന്ന് വായിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കാം. വൈകാട്ടൊന്നും പഠിക്കേണ്ട, ചെറുതായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് വായിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കാം.